ഓൾറൈറ്റ്, നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസർ. അതിൻ്റെ മുമ്പ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് നമ്മുടെ മുഖത്ത് ഒന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക. ഹാൻഡ് വാഷ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിനി നമ്മുടെ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ മേക്കപ്പിലേക്ക് കിടക്കുക. അപ്പം കൈ നല്ല വൃത്തിയായിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ മോയ്സ്ചറൈസർ ആണ്. പോൺസിൻ്റെ ഫ്രഷ് ഹൈഡ്രേഷൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വളരെ അടിപൊളി മോയ്സ്ചറൈസർ ആണ്. അപ്പോൾ ഈ മോയ്സ്ചറൈസർ വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചത് എനിക്കൊന്ന് $10 $12 എന്തോ ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ നല്ലൊരു മോയ്സ്ചറൈസർ ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിടുമ്പോൾ നല്ല ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട് ജെൽ മോയ്സ്ചറൈസർ ആയതുകൊണ്ട്. അപ്പോൾ ഫേസ് മൊത്തം കഴുത്തിലിടാം. അപ്പോൾ ആ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനൊരു ലിപ് ബാമും കൂടി ഇട്ടിട്ടുണ്ട്. ഞാൻ ലിപ് ബാം ഇട്ടത് മറ്റേ ദേഗയുടെ ബീട്രൂട്ട് ലിപ് ബാം ആയിരുന്നു. ഞാൻ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചുണ്ടൊക്കെ ഭയങ്കര ഡ്രൈ ആയ പോലെ. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കുന്നത് പ്രൈമിംഗ് ആണ്. അപ്പോൾ പ്രൈമിങ്ങിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ സൺസ്ക്രീൻ തന്നെയാണ്. അപ്പോൾ ഭയങ്കര ഓയിലി കൈൻഡ് ഓഫ് സൺസ്ക്രീൻ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ബെറ്റർ ഒരു വേറെ പ്രൈമർ യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് ഈ മെർസൽസിൻ്റെ സ്കിൻ കെയറിങ് ഗോൾഡൻ എൻഹാൻസർ ആൻഡ് പ്രൈമറാണ് ഞാൻ യൂസ് ചെയ്യാറ്. പക്ഷെ ഞാൻ ഈ ഒരു സൺസ്ക്രീൻ കണ്ടുപിടിച്ച പിന്നെ എനിക്ക് ഈ സൺസ്ക്രീൻ മാത്രം മതി. എനിക്ക് പ്രൈമറിൻ്റെ ആവശ്യം വരാറില്ല. ചിലവർക്ക് ഇത് കംഫർട്ടബിൾ ആയിരിക്കില്ല, ഇത് കുറച്ച് ടാക്കിയാണ്. ഓക്കെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ന്യൂലി ഫേവറേറ്റ് ആണ്. ഞാൻ അധികം കുറച്ചിരുന്നുള്ളൂ. ഇങ്ങനെ കാണുമ്പോൾ കുറേ പോലെ തോന്നും, പക്ഷെ കുറച്ചുള്ളൂ. അതെടുത്തിട്ട് മോതിടാം. ഓക്കെ, അപ്പൊ ഞാൻ സൺസ്ക്രീനിന്റെ പേര് പറയാൻ മറന്നു. ഇത് യൂസറിന്റെ ആന്റി ഷൈൻ മാറ്റിഫൈങ് ഫിനിഷ് ഫിനി ആണ്. ഓക്കെ, അടിപൊളി സൺസ്ക്രീൻ ആണ്. അപ്പോൾ ഇത് ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മുഖത്തൊരു അത്യാവശ്യം നല്ല ഷൈൻ ഉണ്ട്. പക്ഷെ ഇതിലൊട്ടും ഓയിൽ പ്രൊഡക്ഷൻ ഇല്ല. എനിക്ക് എൻ്റെ സ്കിന്നിന് വളരെ അടിപൊളിയായിട്ടുള്ളൊരു സൺസ്ക്രീൻ ആണ്. കുറച്ച് ടാക്കി ആണ് കേട്ടോ ഇങ്ങനെ. അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ട് പ്രൈമറായിട്ടും വർക്ക് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ സ്റ്റെപ്പാണ് കളർ കറക്ഷൻ. ഈ വീഡിയോ കാണുന്നവർക്ക് സ്കിൻ ഇഷ്യൂസും കാര്യങ്ങളും ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോ. ഈ ഒരു പാർട്ട് കാണേണ്ട ഒരു ആവശ്യവുമില്ല. എൻ്റെ സ്കിൻ ഇപ്പോൾ വളരെ അധികം മോശം കണ്ടീഷനിലാണ്. അപ്പോൾ അതിന് വേണ്ടി അടുത്തത് ഞാൻ കളർ കറക്ഷന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് മേബിലിൻ്റെ ഇൻസ്റ്റന്റ് ഏജ് റിവൈൻഡിങ് ഇറേസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വളരെ അടിപൊളി കളർ കറക്ഷൻ നമുക്ക് കിട്ടും കേട്ടോ. ഇത് ഇവിടെ പിന്നെ ഇവിടെയൊക്കെ ഇഷ്യൂസ് ഉണ്ട് എനിക്ക്. പിന്നെ ഇവിടെയുണ്ട്. പിന്നെ ഡാർക്ക് സർക്കിൾ, ഇത്രയും ഞാൻ ഇടുന്നുള്ളൂ. ഇത് കുറച്ച് മതി കേട്ടോ. ഈ കുറച്ച് നമ്മളിപ്പം അവിടെ സ്പോട്ടായിട്ട് ഞങ്ങൾ ഇട്ടേക്കുന്നത്. ഇത് വളരെയധികം നമുക്ക് സ്പ്രെഡ് ചെയ്ത് ബാക്കിയുള്ള പാടുകളിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കുക ചെയ്യാം. ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് വേറൊരു സ്ലൈറ്റ്ലി യെല്ലോയിഷ് ഒരു കൺസീലർ ഉണ്ട് എനിക്ക്. ആ കൺസീലർ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ കളർ ബ്ലെൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് നിറ്റ്സിന്റെ പ്രോ ഫിറ്റ് സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതെടുക്കുക. എന്നിട്ട് മെയിൻലി ഞാൻ അണ്ടർ ഐയിലോട്ടോ കൊടുക്കുക. അണ്ടർ ഐയിൽ അപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ വേറെ മറ്റേ ഹൈലൈറ്റിങ് മറ്റേ കൺസീലർ ഇടേണ്ടി വരില്ല. ഇതിൻ്റെ ഒരു ആവശ്യമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ കളർ കറക്ഷനും കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇതാകണ്ടോ അത്യാവശ്യം മറ്റേ ഓറഞ്ച് കൺസീലറും പിന്നെ നമ്മുടെ ഈ നിറ്റ്സിന്റെ പ്രോസ്റ്റിക് കൺസീലറും കൂടി ഇട്ടപ്പോഴത്തേക്ക് എൻ്റെ മുഖത്തെ പാടുകളൊക്കെ അത്യാവശ്യം ഇതായി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തോളാം. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇഷ്യൂസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പാടുകൾ കാണുന്നതിൽ കുഴപ്പമില്ലെങ്കിൽ കംപ്ലീറ്റ്ലി നോർമൽ അപ് ടു യു. അപ്പോൾ അതുകൊണ്ട് പക്ഷെ എൻ്റെ അത്യാവശ്യം സ്റ്റബേൺ ആയിട്ടുള്ള പാടുകളായതുകൊണ്ടാണ്. പിന്നെ എനിക്ക് കുറച്ച് ഇതാണ് എന്നുവെച്ചാൽ അത്യാവശ്യം കുറച്ച് നാൾ നല്ല ക്ലിയർ സ്കിൻ കിട്ടി, പിന്നെ പോയി. പക്ഷെ എന്നാലും ബാക്ക് ടു നോർമൽ ആവാറുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സമയത്താണ് എനിക്ക് എൻ്റെ സ്കിൻ ഭയങ്കര ബാഡ് ആയത്.
ഓക്കെ, നമുക്കിനി അടുത്തത് ഫൗണ്ടേഷനിലേക്ക് കടക്കാം. ഫൗണ്ടേഷൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് മേബ്ലിൻ ഫിറ്റ് മീയുടെ ഹൈഡ്രേറ്റ് പ്ലസ് സ്മൂത്ത് ആണ്. അപ്പോൾ ഇത് ഒരുമാതിരി കുറച്ച് ഡ്യൂയി കൈൻഡ് ഓഫ് ഫൗണ്ടേഷൻ ആണ്. അപ്പം ഞാൻ ഈ ഫൗണ്ടേഷൻ എടുക്കുന്നുണ്ട്. ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ കയ്യിൽ മറ്റേ ലോറിയലിൻ്റെ ഇൻഫാലിബിൾ 24 hours മാറ്റ് കവറേജും ഉണ്ട്. നല്ല ഫൗണ്ടേഷൻ ആട്ടോ. അത്യാവശ്യം ഓയിലി സ്കിന്നുള്ളവർക്ക് ഈ ഒരു മാറ്റ് ഫൗണ്ടേഷൻ നല്ലതായിരിക്കും. ഇത് രണ്ടും ഞാൻ മിക്സ് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പക്ക എൻ്റെ ഒരു സ്കിൻ ഷെയ്ഡായിട്ട് എനിക്ക് കിട്ടും. ഓക്കെ, എൻ്റെ നെക്ക് ഇതുണ്ട് ഈ ഒരു സ്ഥലമായിട്ട് ഫേസ് ഓക്കെ ആവും. നമ്മളിനി അത്യാവശ്യം നന്നായിട്ട് ഇത് ചെയ്യുക, ഒന്ന് ബ്ലെൻഡ് ചെയ്യുക. ഞാൻ ആദ്യം അണ്ടർ ഐയിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പ്രൊഡക്റ്റ് മാത്രമല്ലേ ഇപ്പോൾ ഇടുന്നുള്ളൂ, അതുകൊണ്ടാണ് അണ്ടർ ഐയിൽ അത്യാവശ്യം കവറേജ് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. നമുക്കിനി നല്ലൊരു ബ്ലെൻഡർ ഡാംപ് ബ്ലെൻഡിങ് സ്പഞ്ച് എടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻറ്റ് ബ്ലെൻഡിങ് ആണ്. ബ്ലെൻഡിങ് ക്ലിയർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ഫ്ലോലെസ് ആയിട്ട് നമുക്ക് മേക്കപ്പ് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും അത്യാവശ്യം ഞാൻ ഇങ്ങനെ നോക്കി നമ്മുടെ മുടിയുടെ പാടോ അല്ലെങ്കിൽ നഖത്തിൻ്റെ പാടോ ഒന്നുമില്ലാണ്ട് നമ്മൾ അത്യാവശ്യം ക്ലീൻ ആയിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡിങ് ആണ് കീ. ഈ ബ്ലെൻഡിങ് ഇല്ലെങ്കിലാണ് നമുക്ക് പാച്ചി ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുക. അപ്പോൾ എല്ലാം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് പ്രോപ്പറായിട്ട് ഉണ്ടോ എന്ന് നോക്കാം. നമുക്കിനി അടുത്തത് കടക്കാൻ പോകും നമ്മൾ ഹൈലൈറ്റിങ്. അതെന്ന് പറഞ്ഞാൽ ഇതൊരു കൺസീലിംഗ് ആണ്. അപ്പം എൻ്റെ സ്കിൻ ടോണിനെക്കാട്ടിലും ഒരു പൊട്ടിക്ക് ലൈറ്റർ കൺസീലർ ആണ്. ഇതെടുത്തിട്ട് എനിക്ക് കൺസീൽ ചെയ്യേണ്ട സ്ഥലത്തൊക്കെ ഞാൻ കൺസീലർ വെച്ചാൽ ഹൈലൈറ്റ് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ. അപ്പം ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ടീ സോൺസ് ആണ്. ടീ സോൺസ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. അവിടെ എനിക്ക് നോസിൻ്റെ ബ്രിഡ്ജ്, ഓക്കെ, ഇവിടെ ചെറുതായിട്ട് ഇവിടെ ഇത്രയും സ്ഥലമാണ് എനിക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. നമുക്ക് വേണമെങ്കിൽ കണ്ണിൻ്റെ താഴെ ഇടാം, അത് ലാസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് അവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പം നമ്മൾ കൺസീലിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ അണ്ടർ ഐ ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്കറിയാം ഈ സെയിം സ്റ്റെപ്സ് തന്നെയാണ് ഞാൻ ഫേസ് യൂസ് ചെയ്യും. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ചേഞ്ചസ് ആയിട്ട്. ഞാൻ വേറൊരു ബ്ലെൻഡർ എടുത്തിട്ട് ഞാൻ അണ്ടർ ഐ ഒന്ന് പെട്ടെന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ക്രീസ് ആവുന്നതിന് മുമ്പ് അണ്ടർ ഐ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം അണ്ടർ ഐ നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐബ്രോസിലേക്കാണ്. ഐബ്രോസിന് വേണ്ടി നമ്മുടെ ആസ് യൂഷ്വൽ നമ്മുടെ മേക്കപ്പ് റെവല്യൂഷൻ്റെ റീലോഡഡ് പാലറ്റ് വെൽവെറ്റ് റോസ് എന്നാണ് ഈ ഒരു ഇതിൻ്റെ വേരിയൻറ്റിൻ്റെ പേര്. ഇതെടുക്കാം. ഇതിൽ ബ്ലാക്ക് ആൻഡ് ബ്രൗൺ എടുത്തിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഈ ബ്രൗൺ ആണ് ഇപ്പോഴും എടുക്കാറ്. ഈ ബ്രൗണും ബ്ലാക്കും ഇവിടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാറ്. അപ്പം അതിൻ്റെ മുമ്പ് നമ്മൾ സ്പൂലി കൊണ്ട് നമ്മുടെ ഐബ്രോസിൽ എക്സസ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒന്നും ഇല്ല എന്ന് വെച്ചാൽ ഇവിടെ വന്ന് നമ്മൾ ചെയ്ത പ്രൊഡക്റ്റ് എവിടെയെങ്കിലും സെറ്റിലായിട്ട് ഇരുന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അതുകൊണ്ട് നമ്മൾ സ്പൂലിട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഐബ്രോസിലേക്ക് കടക്കാം. അപ്പം ഇവിടെ നിന്നോട്ടോ സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെയാണ് കുറച്ചുള്ളത്. ഇവിടെ ഒരു ലൈനും വെച്ചു കൊടുക്കും. ഇത് ഞാൻ ലാസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. ഇത്രേ ഉള്ളൂ. നമുക്ക് ഇനി അടുത്ത ഐബ്രോസിലേക്ക് കടക്കാം. സെയിം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് സെയിം സ്റ്റെപ്പ് ഈ സ്പൂലി കൊണ്ട് ഇവിടെ ഒന്ന് വരച്ചെടുക്കാം. വരച്ചല്ല, ഇങ്ങനെ ഈവൻ ഔട്ടായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പ്രൊഡക്റ്റ്. ഇവിടെ അങ്ങനെ ഈ വര വരച്ച് നമുക്ക് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു ഐ മേക്കപ്പ് ആണ്. ഈസി എന്ന് വെച്ചാൽ കാണുമ്പോൾ നമുക്ക് കുറേ ഉള്ള പോലെ, പക്ഷെ ഇതൊരു OG ലുക്കാണ്. നമ്മുടെ പണ്ട് തുടങ്ങിയുള്ളതാണ് ബ്രൗൺ ആൻഡ് ഗോൾഡൻ. അപ്പം ഞാൻ ഇന്ന് ഉടുക്കുന്നത് ഗോൾഡൻ സാരിയും ഒരു മെറൂൺ ബ്ലൗസ് ആണ്, ബ്രൊക്കേഡ് ബ്ലൗസ് ആണ്. അപ്പം അതിലും ഗോൾഡൻ ഉണ്ട്.
അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഇതാ നമ്മുടെ ഈ പാലറ്റിൽ ഇപ്പം ഞാൻ ഐബ്രോസ് എടുത്ത ആ സെയിം ബ്രൗൺ ഇല്ലേ അതെടുക്കുന്നുണ്ട്. അതും പിന്നെ ബാക്കി ഷെയ്ഡുകൾ ഇതൊക്കെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ എല്ലാം ഒരു ബ്രൗണിഷിലേക്കാണ് പോവാൻ വേണ്ടി പോവാ. അപ്പം അതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു ഫ്ലഫി ആയിട്ടുള്ളൊരു ബ്രഷ് എടുക്കുക. അതിൽ ഈ ഒരു ലൈറ്റ് ബ്രൗൺ എടുക്കുക. ഈ ലൈറ്റ് ബ്രൗൺ നമുക്ക് നമ്മുടെ കണ്ണിനൊരു ജീവൻ കൊണ്ടുവരും. അപ്പം നേരത്തെ കാണിച്ച പോലെ തന്നെ നമ്മളിങ്ങനെ ഒരു സർക്കുലർ മോഷനിൽ ഐലിഡിന്റെ മേളിലായിട്ട് കൊടുക്കും, ഒരു ഡെഫിനിഷന് വേണ്ടി, ഒരു കളറിന് വേണ്ടിയാ. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. കണ്ട ഈ കണ്ണും നമ്മൾ ഇവിടെ ഒരു പെയിലല്ലേ, ഇവിടെ ഒരു കളർ വന്നില്ലേ, അതുപോലെ നമ്മൾ രണ്ട് കണ്ണിലും ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ രണ്ട് കണ്ണിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഷെയ്ഡ്. ഇനി അടുത്തത് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ബ്രഷ് എടുക്കുക. ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഒരു ഫ്ലഫി ബ്രഷ് എന്ന് പറയാം, അങ്ങനത്തെ ബ്രഷ് എടുക്കുക. എന്നിട്ട് നമ്മളിതാ ഈ ബ്രൗൺ ഷെയ്ഡ് അല്ലെങ്കിൽ ഇതെല്ലാം നല്ല ബ്രൗൺ ഷെയ്ഡ്സ് ആട്ടോ, ഇതെടുക്കാം അല്ലെങ്കിൽ ഇതെടുക്കാം. എന്നാ ഇതൊരു ബ്രൗൺ ആണ്, ഇതൊരു കുറച്ച് ഡാർക്ക് ഷെയ്ഡ്, രണ്ടും മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. ഓക്കെ, എല്ലാം എനിക്കൊന്ന് ഒരു സെയിം കളർ തീമിലേക്ക് വരും. ബ്രൗൺ ആയിരിക്കും മെയിൻ. ആപ്പ് ഓഫ് ചെയ്യുക. എക്സ്ട്രാ അതൊരിക്കലും മറക്കരുതെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിൻ്റെ താഴെ മിക്കവാറും വന്ന് അത് വീഴാൻ സാധ്യതയുണ്ട്. അപ്പം അത് സൂക്ഷിച്ച് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഐലിഡ് മൊത്തം ഇതിങ്ങനെ കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ് എടുക്കാണ്. ഇതൊരു ചങ്കി കൈൻഡ് ഓഫ് ഗോൾഡൻ ഷെയ്ഡാണ്. അത് ഞാൻ കൈ കൊണ്ടാണ് എടുക്കണം. കൈ കൊണ്ടെടുത്ത് ഈ ഒരു ഗോൾഡൻ ഷെയ്ഡാണ് ഞാൻ എടുക്കുന്നത്. അതെടുത്തിട്ട് കണ്ണിൻ്റെ നടുക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കണം. അപ്പം അത്യാവശ്യം നമ്മൾ ഗ്ലിറ്റേഴ്സ് അല്ലെങ്കിൽ ഷിമ്മറി ഐ ഷാഡോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് നേരത്തെ എടുത്ത മറ്റേ ആ ഡാർക്ക് ബ്രൗൺ എടുത്തിട്ട് ഈ എൻഡ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക്. അപ്പം ഇങ്ങനെ ഒരു ഡിവിഷൻ ഫീൽ ചെയ്യാണ്ടിരിക്കാനാണ്. നേരത്തെ ആദ്യം ഇട്ടില്ലേ ആ പേ ലുക്ക് മാറാൻ വേണ്ടിയിട്ട് ഒരു ബ്രൗൺ, ആ ബ്രൗൺ എടുക്കുക. ആ ബ്രൗൺ എടുത്തിട്ട് ഓൾ ഓവർ ഒന്നുകൂടെ എല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. മുകളിൽ ഈ എഡ്ജസ് ഒന്ന് ഫീൽ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ എടുത്ത ആ ബ്രൗൺ തന്നെ എടുത്തിട്ട് നമ്മൾ അടിയിൽ കണ്ണിൻ്റെ താഴെ ഇട്ട് കൊടുക്കുക. അപ്പൊ ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കണ്ണിൽ ഇനി ഒരു ബ്ലാക്ക് ഷെയ്ഡും കൂടെ വരണം, എന്നാലാണ് ഒരു പോപ്പ് ഔട്ട് ചെയ്ത് നിൽക്കുക. അപ്പൊ അതിന് വേണ്ടി ഞാൻ ആദ്യം നമ്മുടെ ഈ ബ്ലാക്ക് ഐ ഷാഡോ എടുത്തിട്ട് കണ്ണിന്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഐലൈനർ ഒക്കെ ഇടുന്ന അവിടെ നമ്മളൊന്നിങ്ങനെ നമുക്കിനി ബ്ലാക്ക് ഒരു കാജൽ എടുത്തിട്ട്, ഇത് ഫേസസ് കാൻഡയുടെ ഒരു കാജലാണ്, അതെടുത്തിട്ട് നമുക്കൊന്ന് ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ അടുത്ത് നമുക്ക് മസ്കാരയിലേക്ക് കടക്കാം. ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന എസൻസിന്റെ വോളിയം സ്റ്റൈലിസ് 18 hour ലോങ് മസ്കാരയാണ്. അത്യാവശ്യം നന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഇങ്ങനത്തെ ഒരു ഹെവി കണ്ണിന്റെ ലുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഐ ലാഷും കൂടെ കുറച്ചും നന്നായിട്ട് ഇരിക്കണം, ഇല്ലെങ്കിൽ ഒരു മിസ്സിങ് ഔട്ട് ഫീൽ ചെയ്യും നമുക്ക്. അപ്പം ഇതെടുക്കാം, നന്നായിട്ട് മസ്കാര ഇട്ട് കൊടുക്കാം. അപ്പോൾ മസ്കാര അടിപൊളി. ഇപ്പോൾ കണ്ണിൻ്റെ വ്യത്യാസമാണ് നമുക്ക് മസ്കാര ഇടുമ്പോൾ കുറച്ചുകൂടെ കണ്ണ് വലുതായ പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമുക്കിനി ബാക്ക് ടു ഫേസ് മേക്കപ്പിലേക്ക് കടക്കാം. അടുത്ത നമ്മുടെ സ്റ്റെപ്പ് മെയിൻ കോണ്ടോറിങ് ആണ്. കോണ്ടോറിങ് ഞാൻ യൂസ് ചെയ്യുന്നത് കവർ ഗേളിൻ്റെ ട്രൂ ബ്ലെൻഡ് സ്കിൻ എൻഹാൻസർ എന്ന് പറഞ്ഞൊരു കോണ്ടോറിങ് സ്റ്റിക്കാണ്. അത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട്
ഇനി അടുത്ത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ബ്ലഷിലേക്കാണ്. അപ്പോൾ ബ്ലഷിന് വേണ്ടി ഞാൻ ഇന്ന് ഒരു ലിപ്സ്റ്റിക് എടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിലുള്ളത് നമ്മുടെ എൽഫിൻ്റെ പുട്ടി ബ്ലഷാണ്. അതിനെക്കാട്ടിലും എനിക്ക് കുറച്ചും കൂടെ, പിന്നെ വേറെ ഉണ്ട് ബ്ലഷ് എൻ്റെ ന്യൂഡ് സ്റ്റിക്സിൻ്റെ സൺ കിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഇത് രണ്ടും അല്ലാണ്ട് എനിക്ക് കുറച്ചും കൂടെ ഒരു മെറൂണിഷ് ഒരു ഇതിലേക്ക് വേണമെന്ന് വിചാരിച്ചു. ഞാൻ എന്താ എൻ്റെ കയ്യിലുള്ള ലോറിയലിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് എടുക്കുന്നത്. ഇത് 213 ഒരു ഷെയ്ഡാണ്, നല്ലൊരു ബ്രൗൺ കളറാണ്. അത് ഞാൻ എൻ്റെ കൈയുടെ ബാക്കിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ കൈയുടെ ബാക്കിൽ എടുത്ത് നല്ലൊരു ഡാർക്ക് മെറൂൺ കളറാട്ടോ. വാവ്. അപ്പോൾ ആ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ നമ്മുടെ ഒരു ബ്ലെൻഡർ എടുത്തിട്ട് ഇതിങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് ഓക്കെ. എന്നിട്ട് ജസ്റ്റ് ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ലിപ്പ് ലൈൻ ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്ന മാസിൻ്റെ എഡ്ജ് ഓഫ് ഡിസയറിൻ്റെ സ്കാൻഡലസ് ബ്രൗൺ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ലൊരു ലിപ്പ് ലൈനറാണ്. നല്ലൊരു ലിപ്പ് ലൈനർ ആട്ടോ ഇത്. നല്ല സെറ്റ് അടിപൊളി ലിപ്പ് ലൈനറാണ്. നമുക്കിനി അടുത്തത് ലിപ്സ്റ്റിക്കിലേക്ക് കിടക്കാം. ലിപ്സ്റ്റിക്കിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന സെഫോറയുടെ ക്രീം ലിപ് സാറ്റിൻ എന്ന് പറഞ്ഞതാണ്. നമ്പർ 41 ആട്ടോ ഷെയ്ഡ്. ഇത് നല്ലൊരു ഷെയ്ഡാണ്, അടിപൊളി ബ്രൗൺ മോ ഷെയ്ഡാണ്. അതെടുത്തിട്ട് ലിപ്സിലേക്ക് ഓക്കെ. അപ്പോൾ നമുക്കിനി ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാം, നമ്മുടെ ഹൈലൈറ്റിങ്ങിലേക്ക്. അപ്പോൾ ഹൈലൈറ്റിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ മാസ്റ്റർ ക്രോം ഹൈലൈറ്റർ ആണ്, മേബിലിൻ്റെ. അതെടുത്തിട്ട് ഇവിടെ ഇത്രയും സ്ഥലത്താണ് ഇടുന്നത്. പിന്നെ ഇവിടെ സ്കിന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ആയിട്ട്. അപ്പം നമ്മുടെ ഹോൾ ലുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആസ് യൂഷ്വൽ എൻ്റെ നിറ്റ്സിൻ്റെ ഡ്യൂയി ഫിനിഷ്. ഇത് അത്യാവശ്യം നല്ലതാട്ടോ. ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഒരു ഷൈൻ കിട്ടും. ഹൈലൈറ്ററിൻ്റെ ഒന്നും ആവശ്യം വരില്ല. അപ്പം നൈസാണ്. ഓക്കെ. ഒന്ന് സെറ്റ് ആയിക്കോട്ടെ. ഇനി ഇതൊന്ന് സെറ്റായി വരുന്ന സമയത്താണ് ഞാൻ ഈ ഒരു ബ്ലെൻഡർ ഇട്ടിട്ട് ഇതൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എക്സസ് ആയിട്ടുള്ള സാധനം നമുക്ക് ഈ ബ്ലെൻഡറിൽ കിട്ടും. ഓക്കെ. അപ്പം ഞാൻ നമ്മുടെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി പോയി ആദ്യം ഡ്രസ്സ് ചെയ്യട്ടെ. മറ്റേ ഗോൾഡൻ സാരി ആൻഡ് മെറൂൺ ബ്ലൗസ്, ബ്രൊക്കേറ്റ് ബ്ലൗസ് ഇട്ടിട്ട് വരാം. എന്നിട്ട് മുടി എന്ത് ചെയ്യുന്നത് ഞാൻ തീരുമാനിച്ചിട്ടില്ല. നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ കൊണ്ടുവരാം. ഓക്കെ.